ഹലോ, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നേ നമ്മൾ ചെയ്യാനായിട്ട് പോകണമെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ കാര്യമാണ്. വേറെ ഒന്നല്ല, നമ്മുടെ അമ്മൂസിൻ്റെ ഒരു വീഡിയോ ആണ്. അമ്മൂസിൻ്റെ അവിടെ കൂടുണ്ട്. ആളെ ഇവിടെ കൂട്ടിലില്ല കേട്ടോ. ആളെ ഒരു സ്ഥലം വരെ പോയേക്കാണ്. എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, അവളുടെ എന്താ പറയുക, ഈ രോമമൊക്കെ ഉണ്ടല്ലോ. എൻ്റെ അമ്മൂസ് ലാസ് ആപ്സോയാണ് ബ്രീഡ്. അപ്പോൾ അവളുടെ രോമമൊക്കെ ഒന്ന് കട്ട പിടിച്ചപ്പോൾ നമ്മൾ ഒരു എന്താണ് ഗ്രൂമിങ്ങിനായിട്ട് ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയേക്കാണ്. അപ്പോൾ നമ്മളിന്ന് അവളെ വിളിക്കാനായിട്ടാണ് പോകുന്നത്. അമ്മൂസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചു തരാം. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് ആൾ. അപ്പോൾ ഈ ഒരു കോലായിരുന്നു അമ്മൂസ്. അപ്പോൾ അമ്മൂനെ പോയി വിളിച്ചു വരുമ്പോൾ ഏത് കോലത്തിലാണ് അമ്മൂസ് വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞി വ്ളോഗ് വീഡിയോ ആണ്. നമ്മുടെ ഒരു ഫാമിലി വ്ളോഗ് പോലെ തന്നെ നമ്മുടെ അമ്മൂസിൻ്റെ പെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും വീഡിയോ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ഇറ്റ്സ് മൈ സ്റ്റോറീസ് 92K 92,000 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ലവ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 100K ഈ മാസം തന്നെ അടിക്കണം. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഈ മാസം തന്നെ 100K അടിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളൊരു 3K ലൈക്സ് എത്തിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിൽ വീഡിയോ ആയിരിക്കും. അതായത് അടുപ്പിച്ച് നല്ല നല്ല കിടിലൻ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് 3K ലൈക്സ് കിട്ടുമോ? അപ്പോൾ ഇന്ന് ഞാനും അച്ഛനും കൂടിയാണ് അമ്മൂനെ വിളിക്കാനായിട്ട് പോകുന്നത്. ഞങ്ങളൊരു 2 മണിയായപ്പോൾ അവളെ കൊണ്ടുവന്ന് ആക്കിയതാണ്. അപ്പോൾ അവർ പറഞ്ഞു 4 മണി 5 മണി ആകുമ്പോഴാണ് കഴിയുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അമ്മൂസിനെ വിളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അമ്മൂനെ വിളിക്കാനായിട്ട് പോയിട്ട് സ്ഥലവും കാര്യങ്ങളും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും പോവാം. ഇപ്പോൾ നമ്മൾ എത്തിയേക്കണ കാലടി പാലാണ്. നല്ല ബ്ലോക്കാണ് ഇവിടെ എപ്പോഴും ബ്ലോക്കാണ്. റോഡ് കിടക്കണ കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്ത് കുഴിയുണ്ട്, അത് ആ ഒരു കുഴിയുടെ ബ്ലോക്കാണ് ഇവിടെ തൊട്ട്. ഇത് കാണുന്നത് പെരിയാർ പുഴയാണ്, കാലടി പുഴ. ഫുൾ ബ്ലോക്കാണ്. ഫ്രണ്ട് വശം ഫുള്ള്. ബാക്കിലോട്ട് നോക്കിയാലും അതെ, ഫുൾ ബ്ലോക്കാണ്. ഈ ബ്ലോക്കിന് എന്താ കാരണം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഒരു ചെറിയ നിങ്ങൾക്ക് കുഴി മൊത്തം കയറാണ്ട് ഒരു പാലം കുഴിയായി കഴിയുമ്പോൾ ചുമ്പ കൊണ്ടുവന്ന് അടച്ചുകൊണ്ടു ഒരു ഇതും ചെയ്യില്ല. കാലടി പാലത്തുമേക്കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ എപ്പോഴും ഉള്ള ബ്ലോക്കാണ്. പുതിയ പാലം പണിയെന്ന് പറഞ്ഞിട്ട് ഒരു പാലവും പണിയില്ല. ഇപ്പം ഞങ്ങൾ ഈ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ബ്ലോക്ക് ചെയ്യുന്ന വരാം. എന്താണ് ആ ബ്ലോക്കിന് കാരണം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം മഴയായി ഫുൾ കുഴിയും. ഇതവിടെ കണ്ടോ, അവിടെ വണ്ടികൾ കൊട്ടം കൂടിയാണോ കാണിച്ചു തരാം. ഈ ഒരു കുഴി ഇതും കാരണമാണ് നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ഫുൾ. അതായത് ഒരു കിലോമീറ്റർ ഇപ്പറേ ബ്ലോക്കാണ്. കുഴിയാണിക്കട്ടെ മെയിൻ്റനൻസ്. ഈ കാണുന്ന ബ്ലോക്കൊക്കെ ആ ഒരു കുഴി കാരണം വന്നേക്കണേ. അതുകൊണ്ടാ ഗൈസ്, ഫൈനലി നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് അങ്കമാലിയാണ് സ്ഥലം. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്കമാലിക്ക് ഒരു പെറ്റ് ഷോപ്പിലാണ് നമ്മൾ അമ്മൂസിനെ ഗ്രൂമിങ്ങിനായിട്ട് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവളെ വിളിച്ചിട്ട് വരാം.
അമ്മേ കുഞ്ഞു അമ്മേ അമ്മു അമ്മോടിയാ എന്തിടി അവര് പറഞ്ഞപ്പോ ഇതൊന്ന് വീട്ടില് കുളിപ്പിക്കുമ്പോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മൂസിനെ അവിടെ പോയി എടുത്തു വന്നു. അവിടെ ആളുകളൊക്കെ ആയിരുന്ന കാരനാണ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത്. പിന്നെ പുള്ളിക്കാരത്തിയുടെ ഇപ്പോഴത്തെ കോലം കാണണ്ടേ അമ്മു? അമ്മൂസിൻ്റെ കോലം കണ്ട ഗൈസ്, ഈ ഒരു കോലം അമ്മു പെണ്ണെ. ഇപ്പം എന്തൊക്കെ ചെയ്തേക്കണേന്ന് വെച്ചാൽ ഫുൾ ഇവിടെ സീറോ ട്രിമ്മാണ് ചെയ്തേക്കണേ. അതായത് ഫുൾ രോമം, അതായത് ഇവിടെ കൈയും കാലൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു, ജട പോലെ കട്ട പിടിച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ സീറോ ട്രിമ്മാണ് പറഞ്ഞത്. ഫുൾ ഇവിടെ ട്രിം ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ഇയർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീഡിയോ കാണിച്ചില്ല, അതാണ് ആ സ്ഥലം. അങ്കമാലിക്കാണ് സ്ഥലം. നമ്മുടെ ഇവിടെ അടുത്ത് വേറെ പെറ്റ് ഷോപ്പൊന്നും അങ്ങനെ പരിചയത്തിൽ അറിയില്ല. അപ്പോൾ കുറേ നാളായി അമ്മൂനെ ഒന്ന് ഗ്രൂമിങ്ങിന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചത്. നമ്മളിവിടെ ഈരാറൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കട്ട പിടിച്ചു. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഇപ്പം നോക്കിയാൽ ഒരു ലാസാപ്സോ ഞാനേ തോന്നില്ല കേട്ടോ. ഇപ്പോൾ അമ്മൂസ എന്ത് ഇന്ത്യയുടെ അമ്മു പെണ്ണ് മാറി അമ്മു ചെക്കനായി, അപ്പു ചെക്കൻ അല്ലേ? അതെ, അമ്മൂസ് മാറിയിട്ട് അപ്പു ചെക്കനായിട്ടുണ്ട്. പുള്ളിക്കാരത്തി ശരിക്കും പുള്ളിക്കാരത്തി നല്ലോണം പേടിച്ചിട്ടുണ്ട്. കാരണം കാറിൽ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണെങ്കിലും പുള്ളിക്കാരത്തി ഒന്നും മിണ്ടണില്ല, പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി കാറിൽ വെച്ചിട്ടാണെങ്കിലും നല്ലോണം പേടിച്ചിട്ടുണ്ട്, നല്ല പേടിച്ചിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഒന്നാമത് പുള്ളിക്കാരത്തി മുഖത്ത് അങ്ങനെ രോമം വെട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമല്ല. അതായത് വേറെ നമ്മളെ ആണെങ്കിലും മുഖത്ത് അധികം തൊടിയിപ്പിക്കില്ല. അപ്പോൾ അവിടുത്തെ ആ ചേട്ടനും പറഞ്ഞ മുഖത്ത് വെട്ടാൻ ഇത്തിരി പാടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആള് ഓക്കെ ആയി, ആ ഒരു എന്തോ മാസ്ക് പോലത്തെ സാധനമൊക്കെ ഇട്ടിട്ട് വെട്ടി റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ലാസാപ്സോ ബ്രീഡാണ്. ഇപ്പോൾ കണ്ട വേറെ ഏതോ ഒരു ബ്രീഡിനെ പോലെ. എന്തേടി അമ്മു, പേടിച്ചോടി അമ്മു? മൂസ പേടിച്ചാ? ഇഞ്ചടാ പാവേ, ഇണ്ടടോ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ അമ്മൂസിനെ വീഡിയോസിൽ കാണിക്കണേ. ആള് ഇപ്പോൾ ദൈവം സഹായിച്ച് കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. പിന്നെന്താണ്, അപ്പോൾ ഇന്ന് കുഞ്ഞു വ്ളോഗാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഇന്നത്തെ വലിയ വ്ളോഗൊന്നുമല്ല, ഒരു കുഞ്ഞു വ്ളോഗാണ്. നമ്മൾ കുറേ നാളെ അമ്മൂസിൻ്റെ വീഡിയോ ഇട്ടിട്ടും നമ്മൾ അമ്മൂസിൻ്റെ ചാനലിൽ കൊണ്ടുവന്നിട്ടൊക്കെ. പിന്നെ ഇന്ന് എൻ്റെ പൊന്നെ അങ്ങോട്ട് പോയിപ്പോൾ ഉണ്ടായിരുന്ന ബ്ലോക്കിന് അപ്പുറം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ബ്ലോക്ക്. ബ്ലോക്കാണ്, വണ്ടികളൊക്കെ പോകണണ്ട, വലിയ വണ്ടികളൊക്കെ ഈ വഴി പോകണത് ബ്ലോക്കാകാൻ വേണം. എനിക്ക് തോന്നുന്നു ഒക്കലൊക്കെ റോട്ടിൽ നല്ല ബ്ലോക്കാണ്. സാധാരണ കൊറോണ ടൈം ആകുമ്പോൾ ഒട്ടും വണ്ടിയിലാന്തി ഇരിക്കണതാണ്. പക്ഷേ ഇത്തവണ ഒരു രക്ഷയില്ല. പിന്നെ അറിയാലോ, ആ പാലം കണ്ടില്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഞങ്ങളിപ്പോൾ വർഷങ്ങളായിട്ട് ഈ പ്രശ്നം അനുഭവിക്കണതാണ്. കാലടിപ്പാലം, കാലടി അടുത്തുള്ളവർക്ക് അറിയാം എന്താണ് കാലടിപ്പാലത്തിൻ്റെ പ്രശ്നം എന്ന്. കാരണം വിള്ളൽ വീഴുക, അല്ലെങ്കിൽ ഫുൾ ഓട്ടയാവുക, അങ്ങനെയുള്ള പരിപാടികളാണ് ആ പാലം. മഴ പെയ്താൽ ഫുൾ വെള്ളം കെട്ടിയണ രീതിയിലുള്ള കുഴി. ഒരു കാര്യമില്ല, ഇവർ എന്താ പറയുക, 2 ദിവസം മറ്റേ മെറ്റൽ പോലത്തെ സാധനം കൊണ്ടിട്ട് അടച്ചിട്ട് പോവും, അത്രേ ഉള്ളൂ. അല്ലാതെ പുതിയൊരു പാലം പണിയോ അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇതുവരെ നിലവിൽ നടപടി ആവില്ല ഗൈസ്. എന്തായാലും ഞങ്ങളുടെ വിധി ഇതാണ്, വേറെ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ കാലടിക്ക് അല്ലെങ്കിൽ അങ്കമാലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പാലം കയറി പോകാനേ പറ്റുള്ളൂ. പിന്നെയുള്ളൊരു പാലം, നല്ലൊരു പുതിയ പാലം പണിതേക്കുന്നത് നമ്മുടെ മലയാറ്റൂർ പാലമാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് നഷ്ടമാണ്. നഷ്ടം മീൻസ് നല്ല ദൂരെ കറങ്ങി, അതായത് നേരെ മൂക്കി തുടർന്നതിന് ഞങ്ങൾ വളഞ്ഞ് മൂക്കി തുടർന്ന അവസ്ഥയാണ്. ഞങ്ങൾക്ക് ആ ഒരു പാലം കൂടി കാലടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എത്ര 2 കിലോമീറ്റർ അടുത്തുള്ളൂ നമുക്ക് ഇവിടുന്ന് കാലടിക്ക്. പക്ഷേ മലയാറ്റൂർ വഴി പോകണമെന്നുണ്ടെങ്കിൽ 8-7 കിലോമീറ്റർ കറങ്ങണം. അപ്പോൾ ആ ഒരു സീനാണ്. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കണം, നമ്മുടെ വ്ളോഗ് ചാനൽ 92K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോക്ക് ഞാൻ പറഞ്ഞല്ലോ 3000 ലൈക്സ് എത്തിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം നല്ല കലക്കൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ അമ്മു, ടാറ്റ പറഞ്ഞേടി, ടാറ്റ. അയ്യോടാ പാവം പേടിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനും അമ്മൂസും ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ബൈ.